أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള തജ്വീദ് പഠിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കേട്ടത് സൂറത്തുൽ ബയ്യിനയിലെ 7-ാമത്തെ ആയത്താണ്. ഈ 7-ാമത്തെ ആയത്തിൽ ഉള്ള നിയമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതൊന്നുകൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രം. തുടക്കത്തിൽ തന്നെ ഇന്ന എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൂനിന് ശദ്ദിട്ടാലും മീമിന് ശദ്ദിട്ടാലും, നൂനിനും മീമിനും ശദ്ദിട്ടാൽ മിനിമം 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് നൽകണം, അഥവാ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിപ്പിക്കണം, അഥവാ ഇന്ന എന്ന് പറയണം. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്നല്ലദീന ആമനു, ആമനു എന്നുള്ളടത്ത് ഒരു ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ നീട്ടണം. എന്നാൽ വഅമിലു സ്വാലിഹാത്തി, വഅമിലു അവിടെ നീട്ടാൻ പാടില്ല, കാരണം ശേഷം ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ? പിന്നുള്ളത് ഉലായിക, ഉലായിക എന്നുള്ളടത്ത് എന്താണ്? ലാ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അല്പം നീട്ടി ഉച്ചരിക്കണം. ഒരു 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടി ഉച്ചരിക്കണം. കാരണം എന്താണ്? അവിടെ ലാ എന്നുള്ളത് എന്താണ്? ഒരു മദ്ദിൻ്റെ ഹറഫായ അലിഫ് വന്നിട്ടുണ്ട്, അതിന് ശേഷം ഹംസ. അപ്പോൾ മദ്ദിൻ്റെ ഹറഫിന് ശേഷം ഹംസ വന്നതിനാൽ അവിടെ എന്ത് ചെയ്യണം? നീട്ടി ഉച്ചരിക്കണം. അതിന് നമ്മൾ പറഞ്ഞിരുന്നത് മുത്തസിൽ എന്നാണ്, മദ്ദുൽ മുത്തസിൽ. മനസ്സിലായോ? ഉലായിക്ക എന്നുള്ളത് ഒറ്റ പദമായതുകൊണ്ട്. ശരി, പിന്നെ ഖൈറുൽ ബരിയ, ഉലായിക ഹും ഖൈറുൽ ബരിയ, ഖൈറുൽ ബരിയ. അവസാനം നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഇങ്ങനെ താഉ തഅനീസാണുള്ളതെങ്കിൽ അവയെ എന്ത് ചെയ്യണം? ഹാവു സക്തത്തിനാൽ അവയെ സ്റ്റോപ്പ് ചെയ്യണം. ഹാവു സക്തൻ, ശബ്ദമായ ഹാവ്, നിശബ്ദമായ ഹ, ബരിയ, ബരിയ എന്നുള്ള രൂപത്തിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം, അത് നമുക്ക് പരിഹരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.